ശക്തിയും ഊർജവും എന്ന പാഠത്തിന്റെ റിവിഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈസിയാണ്, നമുക്ക് മെയിൻ ടോപ്പിക്സ് ഒക്കെ ഒന്ന് കവർ ചെയ്യാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ പലപ്പോഴും പല വസ്തുക്കളിലും ബലം പ്രയോഗിക്കാറുണ്ട് അല്ലേ? നോക്കിക്കോളൂ, ഇവിടെ ഒരു പാറക്കല്ല് തള്ളി നീക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു ദിശയിലാണ് ബലം പ്രയോഗിക്കുന്നത്, പക്ഷേ ആ ദിശയിൽ പാറ നീങ്ങുന്നില്ല. അപ്പോൾ ഇവിടെ പ്രവൃത്തി ചെയ്യപ്പെടുന്നില്ല എന്ന് പറയും നമ്മൾ ഫിസിക്സിന്റെ ഭാഷയിൽ. ഇവിടെ ട്രോളിയെ നീക്കുമ്പോൾ ആ ട്രോളിയെ തള്ളുന്ന ദിശയിൽ ആ ട്രോളി നീങ്ങുന്നു. അപ്പൊ ഇവിടെ പ്രവൃത്തി ചെയ്യപ്പെടുന്നു എന്ന് പറയും. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിക്കോളൂ, ലോറിയിലേക്ക് ചുമട് കയറ്റുമ്പോൾ ചുമടിലാണ് നമ്മൾ ബലം പ്രയോഗിക്കുന്നത്. അപ്പോൾ ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായി. ബലം മുകളിലേക്കായിരുന്നു പ്രയോഗിച്ചിരുന്നത്, അപ്പോൾ വസ്തു മുകളിലേക്ക് പോയി. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പറയും പ്രവൃത്തി ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറയും. ഓക്കെ, എന്നാൽ പാറ തള്ളി നീക്കാൻ ശ്രമിക്കുന്നത് മാത്രമാണ്, ഇവിടെ പാറ നീങ്ങുന്നില്ല, അതുകൊണ്ട് അവിടെ പ്രവൃത്തി ചെയ്യപ്പെടുന്നില്ല എന്ന് പറയും. ഓക്കെ, തലയിൽ ചുമടുമായിട്ട് ഒരാൾ നിൽക്കുമ്പോൾ ചുമടിൽ മുകളിലേക്ക് ബലം പ്രയോഗിക്കുന്നുണ്ട്, പക്ഷെ ആ ചുമട് മുകളിലേക്ക് നീങ്ങുന്നില്ല, അപ്പോൾ അവിടെ പ്രവൃത്തി ചെയ്യപ്പെടുന്നില്ല എന്ന് പറയും. ഓക്കെ, എന്താണ് പ്രവൃത്തി എന്ന് ചോദിച്ചാൽ, ഓക്കെ, ഒരു വസ്തുവിൽ എന്ത് പറയണം? ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുകയും, ഓക്കെ, ഒന്നാമത്തെ എന്താണ്? ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുകയും ആ ബലം മൂലം വസ്തുവിന് ബലത്തിന്റെ ദിശയിൽ സ്ഥാനാന്തരം സംഭവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബലത്തിന്റെ ദിശയിൽ ആ വസ്തു സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ബലം വസ്തുവിൽ പ്രവൃത്തി ചെയ്തതായിട്ട് കണക്കാക്കാം എന്ന് പറയാം. ഓക്കെ, എന്തൊക്കെയാണ് എക്സാമ്പിൾസ്? ഒരു കുട്ടി ഒരു കളിപ്പാട്ടക്കാരനെ തള്ളി നീക്കുമ്പോൾ ആ ദിശയിൽ ആ കാർ നീങ്ങുന്നു, ഇവിടെ പ്രവൃത്തി ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറയാം. അതേസമയം ഒരു വലിയ പാറ തള്ളി നീക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ പാറ നീങ്ങുന്നില്ല, അപ്പോൾ നമ്മൾ പറയും, ഫിസിക്സിന്റെ ഭാഷയിൽ നമ്മൾ പറയും അവിടെ പ്രവൃത്തി ചെയ്യപ്പെടുന്നില്ല എന്ന് പറയും. ഓക്കെ, പ്രവൃത്തിയുടെ അളവ് കണക്കാക്കാനാകുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, പ്രവൃത്തിയുടെ അളവ് കണക്കാക്കുന്നതാണ് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിക്കോളൂ, ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്, തറയിലൂടെ തിരശ്ചീനമായ തലത്തിൽ വസ്തുക്കളെ നമ്മൾ ഇങ്ങനെ ചലിപ്പിക്കുമ്പോൾ നാം ഏത് ബലത്തിനെതിരായിട്ടാണ് പ്രവൃത്തി ചെയ്യുന്നത്? ഘർഷണത്തിനെതിരായിട്ടാണ് നമ്മൾ പ്രവൃത്തി ചെയ്യുന്നത്. എന്താണ്? തറയിലൂടെ തിരശ്ചീനമായ തലത്തിൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ തിരശ്ചീനമായ തലത്തിൽ വസ്തുക്കളെ ചലിപ്പിക്കുമ്പോൾ, ഇങ്ങനെ വസ്തുക്കളെ നമ്മൾ ദിശയിൽ ചലിപ്പിക്കുമ്പോൾ നാം ഘർഷണത്തിനെതിരായാണ് ബലം പ്രയോഗിക്കുന്നത്. ഓക്കെ, നോക്കിക്കോളൂ, പ്രവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് പ്രവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതിനുത്തരമാണ് ഒന്ന് ബലം. എന്താണ് ബലം? നമ്മൾ എത്ര ബലമാണ് പ്രയോഗിക്കുന്നത് എന്നത് പ്രവൃത്തിയെ സ്വാധീനിക്കും. പിന്നെ സ്ഥാനാന്തരം, അല്ലെ, നമ്മളൊരു ബലം പ്രയോഗിച്ചു, അപ്പോൾ വസ്തു നീങ്ങി. ഓക്കെ, ആ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം എത്രയാണ് എന്നുകൂടി നോക്കണം. ഇത് രണ്ടും എന്തിനെ സ്വാധീനിക്കുന്നു? പ്രവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പ്രവൃത്തിയുടെ അളവ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണല്ലോ നമ്മുടെ ടോപ്പിക്. അതിന്റെ ആൻസർ ഇതാണ്. കണ്ടോ, ഇവിടെ 2 പോയിന്റ്സ് അല്ലേ നമ്മൾ പറഞ്ഞത്, ബലവും സ്ഥാനാന്തരവും. ഈ ബലത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും ഗുണനഫലമായിരിക്കും പ്രവൃത്തിയുടെ അളവ്. ഓക്കെ, പ്രയോഗിച്ച ബലത്തിന്റെയും വസ്തുവിന് ബലത്തിന്റെ ദിശയിലുണ്ടായ സ്ഥാനാന്തരത്തിന്റെയും എന്ന് പറയണം കേട്ടോ, അതിന്റെയും ഗുണനഫലമായിരിക്കും പ്രവൃത്തിയുടെ അളവ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, പ്രവൃത്തി ഈസ് ഈക്വൽ ടു ബലം ഗുണിക്കണം സ്ഥാനാന്തരം. ഓക്കെ, പ്രവൃത്തിയെ W വർക്ക്, അതായത് W എന്ന സിംബൽ കൊണ്ട് സൂചിപ്പിക്കുന്നു, ബലത്തിനെ F എന്ന സിംബൽ കൊണ്ട് സൂചിപ്പിക്കുന്നു, സ്ഥാനാന്തരത്തിനെ സ്മോൾ ലെറ്റർ S എന്ന സിംബൽ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഓക്കെ, പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ എന്നറിയപ്പെടുന്നു. എന്താണ്? ജൂൾ എന്നറിയപ്പെടുന്നു പ്രവൃത്തിയുടെ യൂണിറ്റ്. ന്യൂട്ടൺ മീറ്റർ എന്ന് നമ്മൾ പറയും. അതായത് ബലത്തിന്റെ യൂണിറ്റ്, ബലം ഗുണിക്കണം സ്ഥാനാന്തരമാണല്ലോ പ്രവൃത്തി. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ഗുണിക്കണം സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് മീറ്റർ, അപ്പൊ ന്യൂട്ടൺ മീറ്റർ. ഇതിന് നമ്മൾ എന്ത് പേരിൽ കൂടെ പറയും? ജൂൾ എന്ന പേരിൽ അറിയപ്പെടും. ഓക്കെ, ജൂൾ, പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആകുന്നു. ഓക്കെ, അടുത്തൊരു കാര്യം പഠിക്കേണ്ടത് ഗുരുത്വാകർഷണത്തിനെതിരായിട്ടുള്ള പ്രവൃത്തി. അതായത് ഏതെങ്കിലും ഒരു വസ്തു തറയിൽ നിന്ന് ഉയർത്തി എന്ന രീതിയിൽ നിങ്ങൾക്ക് ചോദ്യം വന്നാൽ, ഓക്കെ, അവിടെ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അവിടെ നമ്മൾ ഏത് ബലത്തിനെതിരായിട്ടാണ് പ്രവൃത്തി ചെയ്യുന്നത്? അല്ലെ, ഒരു വസ്തു തറയിൽ വച്ചപ്പോൾ അതിൽ ഗുരുത്വാകർഷണം ഉണ്ടാകും താഴേക്ക്. ഈ ബലത്തിനെതിരായിട്ട് ബലം പ്രയോഗിച്ചിട്ടല്ലേ നമ്മൾ വസ്തുക്കളെ ഉയർത്തുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഗുരുത്വാകർഷണത്തിനെതിരായിട്ടുള്ള പ്രവൃത്തി എങ്ങനെ കണക്കാക്കാം എന്ന് പറഞ്ഞാൽ അതിനുള്ള ഇക്വേഷൻ ആണ് mgh.
എന്താണ് mgh. കണ്ടോ, വസ്തുക്കളെ ഉയർത്തുന്ന സന്ദർഭത്തിൽ ഗുരുത്വാകർഷണത്തിനാൽ എതിരായി ചെയ്ത പ്രവൃത്തി W അല്ലെ, വർക്ക് W ഈസ് ഈക്വൽ ടു mgh എന്നാണ്. ഓക്കെ, ഈ m എന്ന് വെച്ചാൽ എന്താണ്, മാസ്, നമ്മൾ എത്ര മാസുള്ള വസ്തുവിനെയാണ് ഉയർത്തിയത് എന്ന്. g എന്ന് വെച്ചാൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം, അതിന്റെ വാല്യൂ എത്രയാണ്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമ്മൾ പലപ്പോഴും 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എടുക്കാറുണ്ട് പ്രോബ്ലംസിൽ, കണ്ടോ, പ്രോബ്ലംസിൽ. ഓക്കെ, h എന്ന് വെച്ചാൽ ഹൈറ്റ് ആണ്, നമ്മൾ എത്ര ഉയരത്തിലേക്കാണ് അതിനെ ഉയർത്തിയത് എന്നതാണ് h എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സിമ്പിൾ അല്ലേ, ഇത് മൂന്നും ഗുണിച്ചെഴുതിയാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഗുരുത്വാകർഷണത്തിനെതിരായിട്ട് ചെയ്ത പ്രവൃത്തി കണക്കാക്കാം. ഓക്കെ, നോക്കിക്കോളൂ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു ലോറിയിലേക്ക് 50 കിലോഗ്രാം മാസുള്ള ഒരു വീപ്പ കയറ്റണം. അപ്പൊ m എത്ര കിട്ടി, കണ്ടോ, mgh ഇക്വേഷൻ. അപ്പൊ m കിട്ടി, 1 കിട്ടി. 50 കിലോഗ്രാം മാസുള്ള വീപ്പ കയറ്റണം. ലോറിയിലേക്ക് തറനിരപ്പിൽ നിന്നുള്ള ഉയരം 2 മീറ്റർ ആണ്. അപ്പൊ എന്ത് കിട്ടി, h കിട്ടി അല്ലെ, ഉയരം കിട്ടി 2 മീറ്റർ. പിന്നെ g തന്നിട്ടുണ്ട്, 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ m കിട്ടി, g കിട്ടി, h കിട്ടി, h അറിയാം. ഓക്കെ, അപ്പൊ ഇത് മൂന്നും ഗുണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഉത്തരം കിട്ടും, പ്രവൃത്തിയുടെ അളവ് കിട്ടും. ഓക്കെ, 50 ഗുണിക്കണം 10 ഗുണിക്കണം 2 ചെയ്താൽ 1000 ജൂൾ. ഓക്കെ, നെഗറ്റീവ് പ്രവൃത്തി എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങളൊരു വസ്തുവിൽ, ഇവിടെ ഒരു വസ്തു വെച്ചിട്ടുണ്ട്, ഈ വസ്തുവിൽ നിങ്ങൾ ഈ ഒരു ദിശയിലാണ് ബലം പ്രയോഗിക്കുന്നത് വിചാരിച്ചോളൂ. പക്ഷേ വസ്തു ഇതേ ദിശയിലല്ല നീങ്ങുന്നത്, പകരം ഈ ദിശയിലല്ല നീങ്ങുന്നത്, പകരം വസ്തു നിങ്ങൾ ഈ ഒരു ദിശയിലല്ലേ ബലം പ്രയോഗിക്കുന്നത്, ഇതിനെതിരായിട്ടാണ് വസ്തു നീങ്ങുന്നതെങ്കിൽ അവിടെ പറയുന്നു ആ പ്രവൃത്തി നെഗറ്റീവ് പ്രവൃത്തിയാണെന്ന് പറയും. ഉദാഹരണത്തിന് ഒരു കാറ് ചെരുവിൽ നിർത്തിയിട്ടിട്ടുണ്ട്, എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ മുകളിലേക്ക് കാറിനെ തള്ളാൻ തള്ളുന്നുണ്ട്, പക്ഷെ കാറ് താഴോട്ട് നീങ്ങുന്നു. ഓക്കെ, മനസ്സിലായോ, കാറ് താഴോട്ട് വരുന്നു, പക്ഷെ നിങ്ങൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് തള്ളുന്നത്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ പറയും ചെയ്ത പ്രവൃത്തി നെഗറ്റീവ് പ്രവൃത്തിയാണെന്ന് പറയും. ഓക്കെ, നോക്കിക്കോളൂ, ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ചത് മൂലം വസ്തുവിന് ബലത്തിന്റെ ദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടായതെങ്കിൽ, അതായത് ഏത് ദിശയിലാണ് ബലം പ്രയോഗിക്കുന്നത് അതേ ദിശയിൽ വസ്തു ചലിക്കുന്നുണ്ടെങ്കിൽ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി പോസിറ്റീവ് ആണെന്ന് പറയും. ഓക്കെ, അതേസമയം ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിന് ബലത്തിന്റെ എതിർ ദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടായതെങ്കിൽ, ഞാനിപ്പോ കാറിന്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ ഈ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി നെഗറ്റീവ് ആണെന്ന് പറയും. ഓക്കെ, സിമ്പിൾ അല്ലേ. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് പിടികിട്ടിയാൽ ഇതുപോലുള്ള എന്ത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അതിന് ഉത്തരം എഴുതിയെടുക്കാം. ഒരു ടഫേ അല്ല ഈ പാഠം. ഓക്കെ, നോക്കിക്കോളൂ, ഇതിലേതെങ്കിലും ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു വസ്തുവിനെ ഉയർത്തുമ്പോൾ ക്രെയിൻ വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം ചെയ്യുന്ന പ്രവൃത്തി. നോക്കിക്കോളൂ, ക്രെയിൻ മുകളിലേക്കാണ് വസ്തുവിനെ ഉയർത്തുന്നത്, ആ വസ്തു നീങ്ങുന്നതും മുകളിലേക്ക് തന്നെയാണ്. ഇവ രണ്ടും ഒരേ ദിശയിലല്ലേ, അപ്പോൾ പോസിറ്റീവ് പ്രവൃത്തി. ഓക്കെ, ക്രെയിൻ ഉപയോഗിച്ച് ഒരു വസ്തു ഉയർത്തുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം വസ്തുവിൽ ചെയ്യുന്ന പ്രവൃത്തിയോ, നോക്കിക്കോളൂ, ക്രെയിൻ ഉപയോഗിച്ച് മുകളിലേക്കാണ് ഉയർത്തുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, വസ്തുവിന്റെ ചലനം മുകളിലേക്കാണ്. അതേസമയം ഭൂഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തിയല്ലേ ചോദിച്ചത്, ഈ ഭൂഗുരുത്വാകർഷണ ബലം എപ്പോഴും താഴേക്കല്ലേ, അപ്പൊ ഓപ്പോസിറ്റ് ദിശയാണല്ലോ, അപ്പൊ എന്താണ്, നെഗറ്റീവ് പ്രവൃത്തിയാണ്. ഓക്കെ, അടുത്ത ടോപ്പിക് ഊർജമാണ്. വിവിധ ഊർജ രൂപങ്ങൾക്ക് ഉദാഹരണങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വൈദ്യുതോർജം, യാന്ത്രികോർജം, താപോർജം, പ്രകാശോർജം, ഇതൊക്കെ ഊർജ രൂപങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. എന്താണ് ഊർജം? സിമ്പിൾ ആയിട്ടുള്ള ഉത്തരമാണ്, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. അല്ലെ, നമുക്ക് പ്രവൃത്തി ചെയ്യണമെങ്കിൽ ഊർജം വേണമെന്ന് പറയാം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ഊർജത്തിന്റെ യൂണിറ്റും പ്രവൃത്തിയുടെ യൂണിറ്റ് തന്നെയാണ് ജൂൾ. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു കലോറി ഈസ് ഈക്വൽ ടു 4.2 ജൂൾ. ഓക്കെ, എന്താണ് ഒരു കലോറി എത്രയാണെന്ന് ചോദിച്ചാൽ അത് 4.2 ജൂൾ ആണ്. ഓക്കെ, ഒരു കലോറി എന്ന് വെച്ചാൽ അത് 4.2 ജൂൾ ആണ്. അങ്ങനെയാണെങ്കിൽ 1000 കലോറി എന്ന് വെച്ചാൽ 4.2 ഗുണിക്കണം 1000 ജൂൾ ആണല്ലോ, അത് എത്രയാണ്, 4200 ജൂൾ. ഓക്കെ, ഇത് പഠിക്കുമ്പോൾ ഈ അടിയിൽ തന്നിട്ടുള്ള കാര്യങ്ങളും പഠിക്കുക. എന്താണ്, ഒരു കിലോ കലോറി ഈസ് ഈക്വൽ ടു 4200 ജൂൾ. അതെങ്ങനെയാണ്, ഒരു കിലോ കലോറി എന്ന് വെച്ചാൽ 1000 കലോറിയാണ്. ഓക്കെ, ഇവിടെ 1000 മടങ്ങായി, അപ്പോൾ ഈ ഒരു ഇപ്പുറവും എന്താണ്, 1000 മടങ്ങാണ്. 4.2 ഗുണിക്കണം 1000, 4200. ഓക്കെ, യാന്ത്രികോർജം എന്നൊരു കാര്യമാണ് പറഞ്ഞത്. എന്താണ് യാന്ത്രികോർജം? വസ്തുക്കൾക്ക് ചലനം മൂലമോ, എന്താണ് ചലനം മൂലമോ, ഓക്കെ, പിന്നെ സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജമാണ്
യാന്ത്രികോർജം. എന്തൊക്കെയാണ്? വസ്തുക്കൾക്ക് 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ചലനം മൂലമോ, പിന്നെ സ്ഥാനം മൂലമോ, ഉയരത്തിൽ ഒരു തേങ്ങയുണ്ട് അല്ലെ, ഉയരത്തിൽ ഒരു തേങ്ങ വെച്ചിട്ടുണ്ട്, അപ്പൊ അതിനൊരു സവിശേഷമായ സ്ഥാനമാണല്ലോ അല്ലെ, ഉയരത്തിലുള്ള ഒരു സ്ഥാനമാണല്ലോ. അപ്പൊ ഇതുപോലെ ഉയരം കൂടുമ്പോൾ എന്താവും? ഈ യാന്ത്രികോർജം കൂടും എന്ന് പറയാം. ഓക്കെ, അതായത് സ്ഥിതികോർജം എന്നൊരു കാര്യം നമ്മൾ പറയും, ആ ഒരു ഊർജം കൂടും എന്ന് പറയാം. കൺഫ്യൂഷൻ ആവണ്ട, ഞാൻ ഒന്നും കൂടെ പറയും ഈ കാര്യം. ഓക്കെ, തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക. വസ്തുക്കൾക്ക് ചലനം മൂലമോ, സ്ഥാനം മൂലമോ, കോൺഫിഗറേഷൻ മൂലമോ, എന്താണ് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ വിന്യാസം, ക്രമീകരണം എന്നൊക്കെ പറയാം, മൂലമോ ലഭിക്കുന്ന ഊർജമാണ് യാന്ത്രികോർജം. ഓക്കെ, ഇനി നോക്കിക്കോളൂ. ഈ ചലനം മൂലം ലഭിക്കുന്ന യാന്ത്രികോർജത്തെ നമ്മൾ ഗതികോർജം എന്ന് പറയും. എന്താണ്? ഗതികോർജം എന്ന് പറയും. യാന്ത്രികോർജം 2 തരത്തിലുണ്ട്, അതിലൊന്നാണ് ഗതികോർജം. വസ്തുക്കൾക്ക് ചലനം മൂലം ലഭിക്കുന്ന ഊർജമാണ് ഗതികോർജം. ഇത് യാന്ത്രികോർജം തന്നെയാണ്, പക്ഷെ ചലനം മൂലം ലഭിക്കുമ്പോൾ നമ്മൾ അതിനെ ഗതികോർജം എന്ന് പറയും. ഇനി നോക്കിക്കോളൂ, സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന യാന്ത്രികോർജം നമ്മൾ പറയും സ്ഥിതികോർജം എന്ന് പറയും. എന്താണ്? സ്ഥിതികോർജം എന്ന് പറയും. ഓക്കെ, ഗതികോർജവും സ്ഥിതികോർജവും സ്ഥാനം മൂലവും കോൺഫിഗറേഷൻ മൂലവുമാണെങ്കിൽ, കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ശ്രദ്ധിച്ചോളൂ. ഒരു അമ്പും വില്ലും ഉണ്ട്. അപ്പൊ ഇവിടെ ഈ ഞാൻ ഇങ്ങനെ വലിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ, അപ്പൊ ഇതൊരു സവിശേഷമായ ക്രമീകരണമാണല്ലോ. അപ്പൊ ഇവിടെ ഈ അമ്പിൽ ഒരു ഊർജം ലഭിക്കുന്നു. അപ്പൊ നമ്മൾ ഇത് ഇളക്കിയാൽ എന്ത് ചെയ്യും? ഈ അമ്പ് മുന്നോട്ട് കുതിക്കും അല്ലെ. അപ്പൊ ഇതാണ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്, അതിന്റെ സവിശേഷമായ ക്രമീകരണം. സ്ഥാനം മൂലം എന്ന് പറഞ്ഞാൽ ഇവിടെ കാറ് ഉയരത്തിലാണുള്ളത്, അപ്പൊ ഇതിന്റെ ഒരു സ്ഥാനം മൂലമാണ് അതിന് ഊർജ്ജം ലഭിക്കുന്നത്. ഓക്കെ, എന്താണ് യാന്ത്രികോർജം എന്ന് പറഞ്ഞത്? യാന്ത്രികോർജം 2 തരത്തിൽ, ഒന്ന് ഗതികോർജം. ഗതികോർജം ലഭിക്കുന്നത് ചലനം മൂലമാണ്. പിന്നെ ഉള്ള യാന്ത്രികോർജമാണ് സ്ഥിതികോർജം. അത് എന്തൊക്കെ കാരണമാണ്? സ്ഥാനം മൂലം അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മൂലം. ഓക്കെ, ഇനി നോക്കിക്കോളൂ. ഞാനിപ്പോ പറഞ്ഞ കാര്യം തന്നെ ഇവിടെ വീണ്ടും കൊടുത്തിട്ടുള്ള കേട്ടോ. ഓക്കെ, തെങ്ങിന് മുകളിലെ തേങ്ങയിലുള്ള ഊർജം സ്ഥാനം മൂലം ലഭിക്കുന്ന സ്ഥിതികോർജമാണ്. ഓക്കെ, അമർന്നിരിക്കുന്ന സ്പ്രിങ്ങിലുള്ള ഊർജമോ അതിന്റെ സവിശേഷമായ ക്രമീകരണമാണല്ലോ, അപ്പൊ കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജമാണ്. ഓക്കെ, അതേപോലെ ടാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ജലത്തിലെ ഊർജം അതിന്റെ സ്ഥാനം മൂലമുള്ള ഊർജമാണ്. പോൾ വാൾട്ട് ചാടുമ്പോൾ വളഞ്ഞിരിക്കുന്ന പോളിലുള്ള ഊർജം അതിന്റെ സവിശേഷമായ കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജമാണ്. ഓക്കെ, ഇനി നോക്കിക്കോളൂ. സ്ഥാനം മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന സ്ഥിതികോർജം എങ്ങനെ കണക്കാക്കാം? അതിനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ട അതേ ഇക്വേഷൻ ആണ്. എന്താണ്? mgh. ഓക്കെ, mgh എന്നാണ് അതിന്റെ ഇക്വേഷൻ. സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജം mgh എന്നാണ് അതിന്റെ ഇക്വേഷൻ. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. m എന്ന് വെച്ചാൽ മാസ്, g എന്ന് വെച്ചാൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം, h എന്ന് വെച്ചാൽ ഉയരം. ഓക്കെ, EP എന്ന് പറയും. ഓക്കെ, EP, mgh സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജം. ഓക്കെ, കണ്ടോളൂ. mgh ഇവിടെ ക്വസ്റ്റ്യനിൽ 50 കിലോഗ്രാം ആണ് തന്നിട്ടുണ്ടായത്. g നമ്മൾ 9.8 ആയിട്ട് എടുത്തു, അല്ലെങ്കിൽ 10 ആയിട്ട് എടുത്താലും കുഴപ്പമില്ല. h 8 മീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഗുണിച്ചെഴുതിയാൽ മാത്രം മതി നിങ്ങൾ. ഓക്കെ, ഇനി ഗതികോർജം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഗതികോർജം എന്താണ്? ചലനം മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന ഊർജമാണ് ഗതികോർജം. ഞാൻ പറഞ്ഞു അല്ലെ. ഗതികോർജത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് വസ്തുവിന്റെ മാസ്. ഗതികോർജത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വസ്തുവിന്റെ മാസ്. ഓക്കെ, പിന്നെ അതിന്റെ പ്രവേഗം. രണ്ടാമത്തത് പ്രവേഗം. എന്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്? ഗതികോർജത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഓക്കെ, ഗതികോർജം കാണേണ്ട ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ കുറച്ചു നേരത്തെ സ്ഥാനം മൂലം ഉള്ള സ്ഥിതികോർജത്തിന്റെ ഇക്വേഷനാണ് പഠിച്ചത്. ഇനി ഗതികോർജം കാണാനുള്ള ഇക്വേഷൻ ആണ് EK എന്നാണ് പറഞ്ഞത്. EK ഈസ് ഈക്വൽ ടു ½ mv². ഇവിടെ m എന്ന് വെച്ചാൽ മാസ് തന്നെയാണ്, v എന്ന് വെച്ചാൽ പ്രവേഗം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി എന്താണ് നിങ്ങൾക്ക് അടുത്ത ടോപ്പിക്? ഊർജ പരിവർത്തനം. ഊർജ പരിവർത്തനം എന്ന് വെച്ചാൽ ഊർജ മാറ്റം. ഒരു രൂപത്തിലുള്ള ഊർജത്തിനെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുന്നതാണ് ഊർജ പരിവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈദ്യുത മോട്ടോർ അറിയില്ലേ, അത് വൈദ്യുതോർജത്തെ യാന്ത്രികോർജമായിട്ട് മാറ്റുന്നു. ഓക്കെ, വൈദ്യുതോർജം അല്ലെ, വൈദ്യുതോർജത്തിനെ അത് യാന്ത്രികോർജമാക്കി മാറ്റുന്നു. മോട്ടോർ കറങ്ങുകയല്ല ചെയ്യുന്നത്, അപ്പൊ യാന്ത്രികോർജമായിട്ട് മാറ്റുന്നു. പെട്രോൾ കാറുകൾ പെട്രോളിലൊക്കെയുള്ള രാസോർജത്തെ ഗതികോർജമാക്കി മാറ്റുന്നു അല്ലെ, അതിന്റെ ചലനം മൂലമുള്ള ഊർജ്ജമാണല്ലോ, ചലിക്കുകയാണല്ലോ, അപ്പൊ എന്ത് പറയാം? ഗതികോർജം എന്ന് പറയാം. ഓക്കെ,
ഈ ഗതികോർജ്ജം ഒരു യാന്ത്രികോർജ്ജമാണല്ലോ. അതുകൊണ്ട് ഇവിടെ രാസോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു എന്ന് വെച്ചാലും തെറ്റൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഇനി എന്താണ് പറയാനുള്ളത്? ഇത്തരം ഒരു സെറ്റപ്പിൽ ബലൂണിന് ടോയ്ക്കാരന് ചലിപ്പിക്കാൻ ആവശ്യമായ ഊർജം ബലം എങ്ങനെ ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതിന്റെ സവിശേഷമായ കോൺഫിഗറേഷൻ മൂലം ഇതിൽ സ്ഥിതി ചെയ്തിരിക്കുന്ന സ്ഥിതികോർജ്ജം കാരണമാണ് ബലൂണിന് ചലിക്കാൻ ആവശ്യമായ ഊർജം ലഭിക്കുന്നത് എന്ന് പറയാം. ഓക്കെ, വീർപ്പിച്ച ബലൂണിൽ പ്രധാനമായും ഏത് ഊർജമാണുള്ളത്? സ്ഥിതികോർജം. ഓക്കെ, ഇനിയോ ഊർജ സംരക്ഷണ നിയമം. ഊർജ സംരക്ഷണ നിയമത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് എന്താണ്? ഊർജം നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. എന്നാൽ ഒരു രൂപത്തിലുള്ള ഊർജത്തെ ഊർജ നഷ്ടമോ ലാഭമോ ഇല്ലാതെ മറ്റു രൂപങ്ങളിലേക്ക് മാറ്റാൻ കഴിയും. ഇതാണ് ഊർജ സംരക്ഷണ നിയമം. ഓക്കെ, ഇനി എന്താണ് പറയാനുള്ളത്? ഭൂമിയിലെ ഊർജത്തിന്റെ പ്രധാന സ്രോതസ് സൂര്യനാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഭൂമിയിലുള്ള ഊർജത്തിന്റെ പ്രധാന സ്രോതസ് സൂര്യനാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കോളൂ, ഭക്ഷണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഊർജം സൂര്യനുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഭക്ഷണം ചെടികളിൽ നിന്നാണല്ലോ ഉണ്ടാക്കുന്നത്, അല്ലെ? ചെടികള് പ്രകാശ സംശ്ലേഷണത്തിലൂടെ ആഹാരം പാകം ചെയ്യുന്നു. അപ്പൊ അതിന് എന്ത് ഊർജത്തിന് ഉപയോഗിക്കുന്നുണ്ട്? സൗരോർജത്തെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ സൂര്യനിൽ നിന്നുള്ള ഊർജത്തെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനിയോ പെട്രോൾ, ഡീസൽ എന്നിവയിലുള്ള ഊർജം സൂര്യനുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? പെട്രോൾ, ഡീസൽ എന്നിവയിലുള്ള ഊർജം ശരിക്കും ഇവ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അനേകം വർഷങ്ങൾക്ക് മുൻപ് മണ്ണിലടിഞ്ഞ ചെടികളുടെയും മൃഗങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് പെട്രോൾ, ഡീസൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആ ജീവജാലങ്ങളിലുള്ള ഊർജം എങ്ങനെ ഉണ്ടായി? സസ്യങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായി, അല്ലെ? അപ്പൊ അവ എന്തിനെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്? സൂര്യനെ ആശ്രയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളുടേതായ ഭാഷയിൽ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഒരു ജലവൈദ്യുത നിലയത്തിന്റെ രേഖാചിത്രം ശ്രദ്ധിക്കൂ. ഇവിടെയുള്ള ഊർജ്ജമാറ്റങ്ങൾ നമുക്ക് എന്തൊക്കെ പറയാം? അണക്കെട്ടിലുള്ള ജലം അവിടെ സ്ഥിതികോർജ്ജമാണ്, അല്ലെ? ആ സ്ഥാനം മൂലമുള്ള ഊർജ്ജമാണ്. താഴോട്ട് ഒഴുകുമ്പോൾ അതിന് ഗതികോർജ്ജവും ഉണ്ട്, സ്ഥിതികോർജ്ജവും ഉണ്ട്, അല്ലെ? ചലിക്കാൻ തുടങ്ങി, അപ്പൊ ഗതികോർജ്ജവും ഉണ്ട്, സ്ഥിതികോർജ്ജവും ഉണ്ട്. സ്ഥിതികോർജ്ജം കുറഞ്ഞു വരും ഉയരം കുറയും തോറും. സ്പീഡ് കൂടുകയല്ലേ ചെയ്യുന്നപ്പോ, അപ്പൊ ഗതികോർജ്ജം കൂടി വരും. ഓക്കെ, ജനറേറ്ററിലെ ടർബൈൻ കറങ്ങുമ്പോൾ യാന്ത്രികോർജ്ജം. ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ എന്താക്കും? യാന്ത്രികോർജ്ജത്തിനെ അത് വൈദ്യുതോർജ്ജമാക്കി മാറ്റും. ബൾബ് പ്രകാശിക്കുമ്പോഴോ വൈദ്യുതോർജ്ജത്തിനെ പ്രകാശോർജ്ജമാക്കി മാറ്റും. ഓക്കെ, പവർ എന്നതാണ് അടുത്ത ടോപ്പിക്. പവർ എന്ന് വെച്ചാൽ യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവാണ് പവർ, അഥവാ പ്രവൃത്തി ചെയ്യുന്നതിന്റെ നിരക്കാണ് പവർ. ഓക്കെ, സിമ്പിൾ അല്ലേ? പ്രവൃത്തി ചെയ്യുന്നതിന്റെ നിരക്കാണ് പവർ. പവർ ഈസ് ഈക്വൽ ടു പ്രവൃത്തി ഹരിക്കണം സമയം. ഓക്കെ, എത്ര പ്രവൃത്തി ചെയ്തു ഹരിക്കണം എത്ര സമയം കൊണ്ട് ചെയ്തു എന്ന് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും പവർ. പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്. ഓക്കെ, വാട്ട്, പവറിന്റെ യൂണിറ്റ് വാട്ട്. ഓക്കെ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ? അപ്പൊ എന്താ പറയാ? വാട്ട് ഈസ് ദ യൂണിറ്റ്, ഈ വാട്ട്. ഓക്കെ, WATT അതാണ് പവറിന്റെ യൂണിറ്റ്. പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട് ആണ് പവറിന്റെ യൂണിറ്റ്. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്, ഒരു ഹോഴ്സ് പവർ എന്ന് വെച്ചാൽ, ഒരു കുതിരശക്തി എന്ന് വെച്ചാൽ 746 വാട്ട് ആണ്. ഒരു കുതിരശക്തി എന്ന് വെച്ചാൽ 746 വാട്ട് ആണ്. ഓക്കെ, ഫുൾ ക്ലാസ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അത് കണ്ടു നോക്കുക. ഓക്കെ, നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.